ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല രുചിയോടെ കഴിക്കാൻ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 6 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. ചൂടാറിയ ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 3 ചെറിയ ഉരുളക്കിഴങ്ങും 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. വലിയ കിഴങ്ങാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്നാക്സോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ കുറച്ച് സവോള ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഫോർക്കോ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് കോൺഫ്ലവറിൻ്റെ അളവിലും മാറ്റം വരാം കേട്ടോ. നമ്മളിത് കുഴച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്ത സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തത്. ഇനി കയ്യിലൊരല്പം ഓയിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കയ്യിലൊരല്പം ഓയിലോ അതല്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണയിലിട്ട ഉടനെ തന്നെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 15 മിനിറ്റ് ഫ്രീസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആദ്യം ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കണം. എണ്ണയിലിടുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മൊരിയുന്നത് വരെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇവിടെ പതുക്കെ ഇളക്കി കൊടുത്തതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്ക് കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പായി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Thank you.